ഇപ്പോൾ മലപ്പുറം സ്വർണ്ണ കവർച്ചയിൽ SP മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. രണ്ടുപേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇവർ മൂന്ന് പേരും ആ ഒരു സാഹചര്യം, വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുതുറയുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. അതിൽ ഏറ്റവും സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് മുൻഷിൻ. അദ്ദേഹമാണ് ഈ സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത് പോലീസിന് ഒട്ടും ടൈം ഡിൽ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റി. വാഹനം ട്രേസ് ചെയ്യുന്ന അടക്കവും മറ്റ് തുടർന്നുള്ള നടപടികളെല്ലാം വളരെ ത്വരിതപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഭംഗിയായിട്ടത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തത് എൻറ്റയർലി എൻ്റെ ടീമാണ്. അതിൽ DYSP മലപ്പുറം ശ്രീ ബിജു, ASP ഡോക്ടർ നന്ദഗോപൻ IPS, ഇവരുടെ നേതൃത്വത്തിലുള്ളൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ടീം എഫേർട്ടായിരുന്നു. അലോങ് വിത്ത് പെരിന്തൽമണ്ണ DYSP പ്രേംജിത്തിൻ്റെ ടീമിൻ്റെ വർക്ക് അവിടെ നിന്നും വിഷ്ണുവും, ഇൻസ്പെക്ടർ വിഷ്ണുവും, പിന്നെ എൻറ്റയർ ടീം ഇന്നലെ രാത്രി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. എനിവേസ് അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് വിൽ ഫോളോ. ഈ ശിവേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് പ്രിറ്റി മച്ച് ഓഫ് ക്രിമിനൽ ആൻസിഡൻസ്. ആൾക്ക് ഒരു റോബറി കേസിലെ പ്രതിയാണ്, പോക്സോ കേസുണ്ട്, NDPS കേസുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇയാളെ തന്നെയാണ് ഈ ജ്വല്ലറിയിൽ ജോലിക്ക് നിയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് വിശ്വാസമുള്ള രണ്ടുപേരും കൂടി കൂട്ടി ഇത് സ്റ്റേജ് ചെയ്ത് വേറെ പേരറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാനും കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങിൽ തന്നെ അതും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ASPയുടെ നേതൃത്വത്തിലുള്ള ടീം അത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ വെളിവായി. ഈ ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ 3 മാസമായിട്ടുള്ള വളരെ ചെറിയ പീരീഡാണ്. പക്ഷെ ഇതിലിപ്പോൾ നമ്മൾ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്പീൽ എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് തന്നെ നടത്തുന്ന ജോലികൾക്കൊക്കെ എടുക്കുമ്പോൾ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-550 രൂപ താഴെയുള്ള വളരെ ചെറിയൊരു പേയ്മെന്റിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി മെർച്ചൻസ്, ഗോൾഡ് മെർച്ചൻസ് അല്ലെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ്, അങ്ങനെ ഹൈ വാല്യൂ ഐറ്റംസ് അല്ലെങ്കിൽ മണി ഹാൻഡിൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരു വളരെ ചെറിയ ചെലവിൽ ഇവരുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് അറിയാനുള്ള സംവിധാനം നിലവിൽ സർക്കാർ സംവിധാനത്തിലുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ലെറ്ററായിട്ട് തന്നെ എല്ലാ മെർച്ചന്റ് അസോസിയേഷൻസിനും കൊടുക്കാനായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊരു വരുത്തിവെച്ച ഇതായിട്ടാണ് അങ്ങനെയും കൂടി കാണാം. കാരണം ക്രിമിനൽ ആൻസിഡൻസ് നമ്മുടെ റൗഡിയും കൂടിയാണ്. ഇൻഫാക്ട് പെരിന്തൽമണ്ണയിലുള്ളൊരു റൗഡി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈ വാല്യൂ ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുമ്പം നോക്കേണ്ട ഒരു അബണ്ടന്റ് കോഷൻ ഇല്ലാതെ പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. റോബറി കേസുണ്ട്, ഒരു 308 കേസുണ്ട്, ഒരു NDPS ഉണ്ട്, പിന്നെ ഒരു പോക്സോ കേസുണ്ട്. 4 കേസുകൾ നമുക്ക് തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. അല്ല, മറ്റേ ബന്ധു ചേട്ടനാണ്, കസിൻ ബ്രദറല്ല, കസിൻ ബ്രദറാണ്. നേരെ ബ്രദറാണോ? സഹോദരങ്ങൾ. ബെൻസു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ബെൻസു. നമ്മളിപ്പോൾ റിക്കവറി ശിവേഷിന്റെ വീട്. ഞാൻ നോട്ട് തരാം, അതിനകത്ത് കൃത്യമായിട്ടുണ്ട് ബെൻസു. ഇവർ രണ്ടുപേരും ബേസിക്കലി ഇവർ 3 പേരും കൂടി സ്റ്റേജ് ചെയ്തു. ഇതിന്റെ ഒരു പില്യൺ റൈഡർ ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസമാണ് ആ ജോലിയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കുറവിനെ നല്ല രീതിയിൽ മുതലാക്കിയിട്ട് അപ്പോൾ ഇവര് 1-2 ഷോപ്സിൽ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഈ ശിവേഷ് വണ്ടി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലെ ഒരു ഡൗട്ട് മറ്റേയാൾക്ക് തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ക്രൈം ഹിസ്റ്ററി ഒരു ക്രൈം അടിപിടി കേസുകൾ, ഹട്ട് കേസുകളിൽ പ്രതിയാണ്.
പരാതി പ്രകാരം അറൌണ്ട് 900 ഗ്രാംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിക്കവറി നടപടികൾ കഴിഞ്ഞിട്ട് നോക്കണം അത് എത്രയുണ്ടെന്നുള്ളത്. 900 ഗ്രാംസിൻ്റെ ആണ് എഫ്ഐആറിലുള്ളത്, 900+. അയാൾ കഴിഞ്ഞ ദിവസമാണ് ഈ എംപ്ലോയർ വച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം കഴിയുമ്പോൾ തന്നെ ഇയാൾ എംപ്ലോയറായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ സോഫാർ ഒരു കൺവിൻസ് കാണുന്നില്ല, കാരണം അൺറിലേറ്റഡ് ആണ് ഇയാൾ. അതെ അല്ല, അതൊരു ആക്ട് ഓഫ് കോമൺ സെൻസ്, ഒരു സിവിലിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള നല്ല റെസ്പോൺസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പം ഹിൽ ബി അപ്രീഷിയേറ്റഡ്. ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പുറകെ പോയി. അപ്പം അസാധ്യ സ്പീഡിലാണ് പോയെന്നാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ സെൻസിബിളായിട്ട് ഒരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫേക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. അതെല്ലാം ട്രേസ് ആയി. അതെ, നമ്പർ ആക്ച്വലി അവർ ടാമ്പർ ചെയ്ത് CCTV കാണാത്ത രീതിയിലാണ് ചെയ്തിരുന്നത്. ഇൻഫാക്ട് ഈ പയ്യന്റെ ഇടപെടലാണ് അതിനകത്ത് നമുക്കൊരു ക്രൂഷ്യലായത്. ഷിജുവിന്റെ ബ്രദറിന് എല്ലാം അന്വേഷണത്തിനകത്ത് കണക്കെടുപ്പെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ടു ഏർലി. ഇന്നിപ്പോൾ റിക്കവറി ഇപ്പം പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതെല്ലാം പരിശോധിക്കണം. ഈ കംപ്ലൈനന്റിന്റെയും എല്ലാം അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. എത്ര കിലോമീറ്റർ? ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും ആള് ചെയ്തത് വളരെ, ഇങ്ങനത്തെ കേസുകളിൽ വളരെ റയറായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക. ബട്ട് ദിസ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഹി ഈസ് ടു ബി അപ്രീഷിയേറ്റഡ്. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ലോജിക്കൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. പിന്നെ കംപ്ലൈനൻസ് ആണല്ലോ, ബേസിക്കലി ഇവർ തന്നെയാണ് പരാതിക്കാർ. മലപ്പുറം കാട്ടങ്ങലിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് നൽകുകയായിരുന്നു മലപ്പുറം SP R വിശ്വനാഥ് IPS. അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. മുഖ്യപ്രതിയിലേക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു? അയാളുടെ പേര് ശിവേഷ് എന്നാണ്, ജ്വല്ലറി ജീവനക്കാരനാണ്, ഇതിനു മുൻപും റോബറി നടത്തിയതിൽ പ്രതിയാണ് എന്നതുൾപ്പെടെയുള്ള വിശദാംശം. വളരെ വേഗം തന്നെ പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെ എന്നതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.